ആദ്യമായി ഈശ്വര പ്രാർത്ഥന. സ്വാഗതം ആശംസിക്കുന്നതിന് സംഘം മെമ്പർ ശ്രീ കൈനകരി സുരേന്ദ്രൻ. ആദ്യമായി ഒരു പ്രണാമം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗോകുമാർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കടമ. കൂടുതലായി സംസാരിക്കേണ്ട എന്നുകൂടി ഉണ്ട് ഈ കൂട്ടത്തിൽ. ഞാൻ സംസാരിക്കാൻ ഇപ്പോൾ പ്രാപ്തമല്ല, ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ഏതായാലും ഗോകുമാർസിനെ കുറിച്ച് രണ്ട് മിനിറ്റ് സംസാരിക്കുക. ഞാൻ എസ് ടി കോളേജ് യൂണിവേഴ്സിറ്റിക്ക് പഠിച്ചതാണ്. അന്ന് പഴയ പെരി യൂണിവേഴ്സിറ്റിയാണ്. അന്ന് ഗോകുമാർ സാർ ഫസ്റ്റ് ഇയർ DC ആണ്, സെക്കൻഡ് ഇയർ DC ആണ്. അപ്പം അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ രചനാരംഗത്ത് സാഹിത്യരംഗത്തുള്ള കഴിവുകളൊക്കെ മാഗസീനിൽ വഴി മനസ്സിലാക്കുന്നുണ്ട്. എസ് ടി കോളേജ് ഓരോ വർഷവും വാർഷിക സമ്മേളനം പഠിപ്പിച്ച് പ്രസിദ്ധീകരിക്കുക. അതിലെല്ലാം മനോഹരമായ ഗാനങ്ങൾ, കവിതകളൊക്കെ അത് വായിക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ഇവിടെ സൂചിപ്പിക്കാം. ഗോപസാറിന് എനിക്കുള്ള ഒരു കടപ്പാടിനെ പറ്റി സൂചിപ്പിക്കണം എന്നുകൊണ്ടാണ്. എൻ്റെ മകൻ സുദീപ് കുമാർ, അവൻ എസ് ടി കോളേജിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനൊക്കെയായിരുന്നു. അപ്പോൾ NCC ചേർന്നാൽ എന്നൊരു നിർബന്ധമായി. അവൻ പറഞ്ഞു, ഞാനൊരു ഗായകനാണ്, അതുകൊണ്ട് ഈ ഗായികമായുള്ള എക്സ്ട്രാക്ഷൻസൊക്കെ ഒഴിവാക്കണമെന്നാണ് എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥയില്ല, അത് ഇവിടെ ഒന്നുമില്ല. NCCയുടെ കേഡറ്റായി സുദീപ് ചേരുക മാത്രമായി സ്കൗട്ടിന് പര്യടനമൊന്നും വേണ്ട. നമ്മുടെ മത്സരങ്ങൾ ഇങ്ങനെ വരും, അഖിലേന്ത്യാതലത്തിൽ മത്സരങ്ങളൊക്കെ വരും. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ചേർന്നു. പര്യടനം വിളിക്കുന്നില്ല. എസ് ടി കോളേജിലെ NCC കേഡറ്റുമാരെ എല്ലാം ചേർന്നുള്ള സമ്മേളനത്തിൻ്റെ പരിപാടികൾ, കലാമത്സരങ്ങൾ എല്ലാത്തിനും ഫസ്റ്റ് കിട്ടി. 5 എണ്ണത്തിന് ഫസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞ് ജില്ലാ മത്സരം വന്നു. കൊല്ലത്ത് നിന്ന് ജില്ലാ സമ്മേളനത്തിൽ 5 എണ്ണത്തിനും ഫസ്റ്റ് കിട്ടി. ഒരു ടീമിലെല്ലാം കിട്ടി. പിന്നെ സംസ്ഥാന സമ്മേളനം പരിപാടി വന്നു, അവിടെ നിന്ന് കിട്ടി ഫസ്റ്റ്. അപ്പോൾ ഇടയ്ക്ക് ക്ലാസ് പോകാൻ പറ്റില്ല, അറ്റൻഡൻസ് എല്ലാം പറയുന്നത്. അപ്പോൾ കോളേജ് അധ്യാപകർ അതൊന്നും പ്രശ്നമില്ല, അങ്ങനെ എനിക്കറിയാമല്ലോ. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം പിന്നെ വന്നത് റിപ്പബ്ലിക് ദിന പരേഡിനുള്ള അനുവദിച്ച് ദേശീയാടിസ്ഥാനത്തിലുള്ള മത്സരങ്ങൾ NCC പങ്കെടുക്കാൻ മതിയാകും. ഞാൻ മനസ്സിലാക്കി അന്ന് ബാക്കിയാണ് ഒരു പരീക്ഷ എടുത്തിരിക്കുക. കമൻഡൻറ്റ് NCC വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അല്ല മിസ്റ്റർ സുരേന്ദ്രൻ, ഞാൻ അഷ്വർ ചെയ്യുന്നു, മിനിമം മാർക്ക് ജയിച്ചു വന്നാൽ മതി, ഏത് കോഴ്സിനും അഡ്മിഷൻ വാങ്ങിച്ചാൽ ST കോളേജ് സമ്മതിച്ചു. അപ്പം അവരെല്ലാം പോയി അവിടെ കിട്ടിയില്ല. അവർ ഫസ്റ്റ് പൗര സ്വീകരണം, ഇവിടെ മാനേജർ വേണുഗോപാൽ സാറിൻ്റെ സ്വീകരണം എന്ന് വേണ്ടല്ല. PSC ഫിസിക്സ് മെയിൻ ആപ്ലിക്കേഷൻ കൊടുത്തു, യാതൊരു മറുപടിയില്ല. ഞാൻ അന്വേഷിച്ചിട്ട് മാർക്ക് കുറവായിട്ട് കിട്ടാത്തതാണ്, അതുകൊണ്ട് കാരണം വായിക്കായിരുന്നു. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ മാനേജറെ കാണാൻ. ഞാൻ മാനേജറെ കണ്ടു. ഞാൻ സാർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാത്തിനും അതൊന്നും പ്രശ്നമല്ല. പഠന വിഷയങ്ങളിൽ നല്ല മാർക്കുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. കാര്യം സാറ് തന്നെയാണ് ആരും അറിയിട്ട് ചികിത്സല്ലേ. അതൊന്നും രസമുണ്ട്. മടക്കി അയച്ചു. ഞാൻ താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ഗോകുമാർ സാർ മേലോട്ട് അറിയുന്നത്. ഞാൻ സുദീപ് താഴോട്ട് ഇറങ്ങുന്ന നിരാശരായാണ്. എന്താ സുരേന്ദ്ര സീതാ സംഭവം ബാബാ മേലോട്ടോ. എനിക്ക് അത് ഇപ്പോഴും പറയുമ്പോഴേ മേലോട്ട് എന്ന് പറഞ്ഞ അവിടെ പേര് വെച്ചിട്ട് ഇവൻ്റെ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ട് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കാണും. എടുത്തുകൊണ്ട് വന്നാൽ വെട്ടി ഫിസിക്സ് മൈന്ന് വെട്ടിയിട്ട് മലയാളം ആക്കി. അങ്ങനെയാണ് അവൻ മലയാളം BA ചേർന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവുകയും ചെയ്തു. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ ഒക്കത്തില്ല. എൻ്റെ മകന് എനിക്കൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ സന്ദർഭിക്കാൻ ശ്രമിച്ചതേ ഉള്ളൂ, ദീർഘിപ്പിക്കുന്നില്ല. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഏറെ ബഹുമാനായ വെല്ലുവിളി ഹരികുമാർ സാറിന് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഉദ്ഘാടകൻ വേറെ ബഹുമാനായ സുധാകരൻ സാറാണ്. പ്രത്യേകിച്ച് വിശേഷണങ്ങൾ ഒന്നും വേണ്ട. അദ്ദേഹത്തെയും ഏവരുടെയും അനുഭവത്തോടുകൂടി ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ
ആ മധുവരൻ ഞങ്ങളുടെ എല്ലാവരും അടുത്ത സുഹൃത്താണ്. പക്ഷെ പേര് മധു ആലപ്പുഴ സാറിനെ എല്ലാവർക്കും പരിചയമുണ്ട്. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ അമൃത, പ്രൊഫസർ അമൃതയാണ്. അത് എൻ്റെ ചെറുകാല സുഹൃത്താണ്. അങ്ങനെ ഒരേ സംഘടനയിൽ പ്രവർത്തിച്ച് വരുന്നവരാണ്. പ്രൊഫസർ അമൃതയും ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഏവർക്കും സ്വാഗതാശംസിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള മന്ത്രി ശ്രീ ജി സുധാകരൻ അവர்கள், പ്രിയങ്കരനായ സ്വാഗത ആശംസിച്ച എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള SPCS മെമ്പർ ശ്രീ കൈനഗിരി സുരേന്ദ്രൻ, ശ്രീ മധു ആലപ്പുഴ, ഡോക്ടർ അമൃത, ശ്രീ വിപിൻ, മറ്റ് സുഹൃത്തുക്കളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനും അതിനെ ഓരോരുത്തരെയും പേരെടുത്ത് പറയേണ്ട ആളുകൾ തന്നെയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹൃദയ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവർ, അത്യന്തം ദുഃഖഭാരത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ ഒരു സമ്മേളനത്തിലിരിക്കുന്നത്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ സാർ നമ്മളിൽ നിന്ന് അകന്നു. അദ്ദേഹം ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ടു പോകും എന്ന് നമ്മൾ ആരും തന്നെ കരുതിയിരുന്നു. പലരും സത്യത്തിൽ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെ കുറിച്ച് തന്നെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. സാർ ഇപ്പോഴും സജീവമായി അമ്പലപ്പുഴയിൽ കണ്ണനെയൊക്കെ കണ്ടിങ്ങനെ നടക്കുന്നു എന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. ആ വാർത്ത, മരണവാർത്ത കേട്ടപ്പോൾ ഒരുപാട് പേര് സ്തബ്ധരായി പോയി എന്നുള്ള സത്യമാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ രീതിയിൽ ഏത് രീതിയിലാണ് അനുസ്മരിക്കേണ്ടത് എന്നുള്ളത് മാത്രമേ സംഖ്യയുള്ളൂ. കാരണം അത്രമേൽ ബഹുമുഖമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് സംസാരിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ അമൃതയും അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അപ്പൊ ആ നിലയിൽ ഉള്ള ഒരു വൈകാരികമായ ബന്ധം, ഏറ്റവും ശക്തമായ ഒരു വൈകാരിക ബന്ധം അദ്ദേഹവുമായിട്ട് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, എനിക്ക് കിട്ടിയ മറ്റൊരു സൗഭാഗ്യം അദ്ദേഹത്തോടൊപ്പം ആലപ്പുഴ SD കോളേജിൽ മലയാള വിഭാഗത്തിൽ അധ്യാപകനായി പ്രവർത്തിക്കാൻ ഏതാണ്ട് 10-12 വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടുകയും. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് SD കോളേജിൽ ഒരു 10-15 വർഷക്കാലത്തോളം വിദ്യാർത്ഥിയായ അധ്യാപകനായിരിക്കാനാണ് എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നത്. കാരണം എന്നെ പഠിപ്പിച്ച അധ്യാപകരായിരുന്നു ഡിപ്പാർട്ട്മെന്റിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് എന്നെ ഒരു വിദ്യാർത്ഥിയായിട്ടുമേ കാണാൻ കഴിയുമായിരുന്നു. അത് ഞാനൊരു വലിയ സൗഭാഗ്യവും ഒരു വലിയ സ്വാതന്ത്ര്യവുമായി അനുഭവിച്ചിരുന്നു എന്നുള്ളത് സാന്ദർഭികമായി ഓർത്തു പോവുകയാണ്. അത് മറ്റൊരു കാര്യം. ഏതായാലും ശരി തന്നെ, അന്ന് ഞങ്ങളൊക്കെ 79-82 കാലഘട്ടത്തിൽ ഡിഗ്രി വിദ്യാർത്ഥികളായി ആലപ്പുഴ SD കോളേജിൽ പഠിക്കുമ്പോൾ ഈ കോളേജ് വലിയൊരു എന്താ പറയുന്നത്, പ്രതിഭാസം എന്ന് തന്നെ പറയത്തക്ക രീതിയിലായിരുന്നു ആലപ്പുഴ SD കോളേജ്. അപ്പൊ നാട്ടുമ്പുറങ്ങളിലൊക്കെയുള്ള കുട്ടികൾക്ക് ഈ 10ാം ക്ലാസ് പാസ്സായാൽ എങ്ങനെയെങ്കിലും, അന്ന് 10 കഴിഞ്ഞാൽ ഡിഗ്രിയാണ്, എങ്ങനെയെങ്കിലും SD കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടണം എന്നുള്ള തീവ്രമായ ആഗ്രഹമാണ്. SD കോളേജിൽ അത് പഠിക്കണം എന്ന് ആഗ്രഹിക്കാത്ത വിദ്യാർത്ഥികൾ ആലപ്പുഴയിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അപ്പൊ അങ്ങനെ നെടുമുടിയിൽ നിന്ന് പറയുന്ന അന്നത്തെ കുഗ്രാമത്തിൽ നിന്ന് വന്ന് ആലപ്പുഴ SD കോളേജിൽ വന്ന് പഠിച്ച് അമ്പലപ്പുഴ ഗോപകുമാർ സാറിന്റെയും ബാലേന്ദ്ര സാറിന്റെയും ശിഷ്യനായിരുന്ന പ്രവർത്തിക്കാൻ അവസരം, അല്ലെങ്കിൽ പഠിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. സാറിനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഈ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം
കേരളത്തിലെ ലബ്ധപ്രതിഷ്ഠനായ ഒരു കവിയാണ്. അന്ന് അദ്ദേഹത്തിന്റെ കവിതകൾ തകഴി ശങ്കരനാരായണൻ സാറിന്റെയും അമ്പലപ്പുഴ ഗോപകുമാർ സാറിന്റെയും കവിതകൾ മിക്കവാറും എല്ലാ ആനുകാലികങ്ങളിലും തുടർച്ചയായി പ്രസിദ്ധീകരിക്കപ്പെട്ടു വന്നു. അപ്പൊ അങ്ങനെ ആ കവിതകൾ വായിച്ച് അദ്ദേഹത്തോട് എന്തെന്നില്ലാത്ത ഒരു ആദരവ്, കവി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ മനസ്സിലാക്കാനും അദ്ദേഹത്തിന്റെ കവിതകളുടെ സൗന്ദര്യം ആസ്വദിക്കാനും ഭാവതലം ആസ്വദിക്കുവാനും ഒക്കെ ഇടവന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു മുൻധാരണയുമായിട്ടാണ് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ശിഷ്യനായി അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേൾക്കുവാൻ ഞങ്ങളൊക്കെ ഇരുന്നിട്ടുള്ളത്. വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാറ് കവിതയെ പ്രത്യേകിച്ചും അദ്ദേഹം പഠിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം, പഠിപ്പിക്കാൻ ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന കവിതയായിരുന്നു. സാഹിത്യത്തിൽ, മലയാള സാഹിത്യ എല്ലാ സാഹിത്യത്തിലും വിവിധ വിഭാഗങ്ങളിൽ സാഹിത്യ സൃഷ്ടികൾ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ സാഹിത്യം ഉണ്ടെങ്കിൽ പോലും, സാറിനെ സംബന്ധിച്ചിടത്തോളം മലയാള അധ്യാപകനായിരുന്ന സാറിനെ സംബന്ധിച്ചിടത്തോളം മലയാള കവിതകൾ പഠിപ്പിക്കുവാനായിരുന്നു സാറിന് കൂടുതൽ ഇഷ്ടം. അതിൽ തന്നെ എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, അതുപോലെ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, വൈലോപ്പള്ളി, ജി ചങ്ങമ്പുഴ, ഇങ്ങനെ ഒരു കാലഘട്ടത്തിലെ കവികൾ, പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും കവികളുടെ കവിതകൾ അദ്ദേഹത്തിന് കാണാപാഠമായിരുന്നു എന്നുള്ളതാണ് സത്യം. അത് ഈ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഇങ്ങനെ വാർന്നു അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, ഒരു സ്വച്ഛന്ത പ്രവാഹം പോലെ ഇങ്ങനെ കവിതകൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും. എന്താ പറയുന്നത്, വളരെ കരുതി അല്ലെങ്കിൽ ഇടപെടുകയൊക്കെ ചെയ്യുമായിരിക്കാം, പക്ഷെ അല്ലെങ്കിൽ ദേഷ്യപ്പെടാതിരിക്കുമായിരിക്കാം. പക്ഷെ കുട്ടികളോട് ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും ദേഷ്യപ്പെടാത്ത ഒരു അധ്യാപകനായിരുന്നു അമ്പലപ്പുഴ ഗോപകുമാർ സാർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പലർക്കും അതിശയം തോന്നുമായിരിക്കും. കാരണം അദ്ദേഹം ഈ എന്തെങ്കിലും കുട്ടികൾ തെറ്റായ പറയുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ കുറച്ചു നേരം അദ്ദേഹം നിശബ്ദമായിട്ട് അവരുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അദ്ദേഹം ഒന്നും പറയാതെ അടുത്ത വിഷയത്തിലേക്ക് കടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് മനസ്സിലാവും താൻ ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് മനസ്സിലാവും. ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, കുട്ടികളെ കൈകാര്യം ചെയ്തിരുന്ന ഒരു അധ്യാപകൻ ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ മൂക്കിൽ വിരൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. ആ പ്രശ്നത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം അതായിരുന്നു. ഒരു പ്രതികരണം, ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ഗോപകുമാർ സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. അപ്പൊ അതാണ് ആ ഒരു ശൈലി. എന്നാൽ അത്യന്തം രൂക്ഷമായി ക്ഷോഭിക്കുന്ന അധ്യാപകരും ഞങ്ങളുടെ അന്നത്തെ മലയാളം ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ഓരോരുത്തരുടെ ശൈലിയാണ്, ഓരോരുത്തരുടെ സ്വഭാവമാണ്. അപ്പൊ ആ നിലയിൽ മാത്രമാണ് അതിനെ കണക്കാക്കാനാവുന്നത്. ഞാന് പറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇത് സുധാകരനായിരിക്കുമ്പോൾ അദ്ദേഹം അനുവദിച്ചിരി പറഞ്ഞോളാൻ എന്നോട് അനുവദിച്ചതുകൊണ്ടാണ് ഞാൻ അല്പം കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ കാവ്യപരമായ സംഭാവനകൾ, അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ, ഇതെല്ലാം വിദ്യാർത്ഥികൾക്കറിയാം. ഇവിടെ ഒരുമാതിരി ആലപ്പുഴയിലും പരിസരങ്ങളിലും ഒക്കെ ഉള്ള ഈ ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ചും കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവനും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്, ലോകം മുഴുവൻ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യസന്ധി. പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെയുള്ളവർ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ അന്ന് ഈ ഒരുപാട് കുട്ടികൾ ഈ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിട്ട് ചിത്ര ടീച്ചറൊക്കെ ഇരിക്കുന്ന അവരുടെ കോളേജിലൊന്നും അങ്ങനൊന്നും ഉണ്ടാകില്ല, സെന്റ് ജോസഫ്സിൽ. പക്ഷെ അവിടെയൊക്കെ എസ് ടി കോളേജിലൊക്കെ ഹിന്ദി പഠിക്കുന്ന കുട്ടികളെയൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് രസം, ഇത് മലയാളം കേട്ടോണ്ടിരിക്കാനുള്ള ഒരു രസത്തിന് സന്തോഷത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഗോപകുമാർ സാറിന്റെ ക്ലാസ്സിൽ വന്നിരിക്കുമായിരുന്നു എന്നുള്ളത് സാന്ദർഭികമായി ഞാനിവിടെ ഓർത്തു. ഇനി അധ്യാപകൻ എന്നുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ആ കാര്യങ്ങൾ അക്കാഡമിക് ആയിട്ടുള്ള ഒരു വേദിയിൽ, വേറൊരു വേദി കിട്ടുമ്പോൾ കൂടുതൽ വിശദമായി പറയാമെന്ന് ഞാൻ കരുതുകയാണ്. മറ്റൊന്ന് അമ്പലപ്പുഴയുടെ ചരിത്രകാരൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം. അമ്പലപ്പുഴയ്ക്ക് വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ
കണ്ടറിയാനും അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജവംശവുമായി ബന്ധപ്പെട്ടതും അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതുമായ ഒട്ടനവധി ചരിത്ര സംഭവങ്ങളുണ്ട്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ആചാരവിശേഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണ്ടേ? സത്യം പറഞ്ഞ അമ്പലപ്പുഴ അനാഥമായി എന്നുള്ളതാണ് സാറിന്റെ നിര്യാണത്തോടുകൂടി ഇത്തരം മേഖലകളിൽ അമ്പലപ്പുഴ അനാഥമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല, ചരിത്രം പറഞ്ഞു കൊടുക്കാനായിട്ട്. ഞാൻ ഓർക്കുന്ന അമ്പലപ്പുഴ ഈ 9ാം ഉത്സവത്തിന്റെ നാടകശാല സദ്യ, ആ നാടകശാല സദ്യ നടക്കുന്ന സമയത്ത് ഇതിന്റെ നാടകശാല സദ്യയുടെ ചരിത്രം വിശദമായി അവിടെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു ദൃക്സാക്ഷി വിവരണം അമ്പലപ്പുഴ ഗോപകുമാർ സാർ നടത്തുകയായിരുന്നു. ആ ചരിത്രം പറയും, അതോടൊപ്പം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സദ്യക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ തള്ളലും, അതുപോലെ തന്നെ സദ്യ തുടങ്ങാൻ പോകുമ്പോഴുള്ള പ്രശ്നങ്ങളും, അല്ലെങ്കിൽ സദ്യ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ കുറെ ഉണ്ട്. എന്ത് ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് സദ്യ മുന്നേറി കഴിയുമ്പോഴേക്കും ആളുകൾ എഴുന്നേറ്റ് വഞ്ചിപ്പാട്ടും ഒക്കെ പാടി ഇലയൊക്കെ ആഹാരം നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്ന രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ നിന്നു പറയാം ഏകദേശം. അതായത് ഇത്തരം കാര്യങ്ങളെല്ലാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള അത്തരം ആചാരങ്ങളും അതുപോലെ തന്നെ അനുഷ്ഠാനപരമായ കാര്യങ്ങളും ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും പിന്നെ മറ്റു ചരിത്ര പുരാണ വസ്തുതകളും വളരെ വ്യക്തമായും അതുപോലെ തന്നെ കൃത്യമായും ആധികാരികമായും ആർക്കും പറഞ്ഞു കൊടുക്കാനും എഴുതാനും അമ്പലപ്പുഴ ഗോപകുമാർ സാറിനെ പോലെ ഇനി ഒരാൾ അവിടെ ഉണ്ടെന്ന് നമുക്ക് കരുതാനാവുകയില്ല. അപ്പൊ അത് നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ നഷ്ടം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം പ്രത്യേകമായി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചരിത്ര വസ്തുതകളാണ് അതിനകത്ത് മുഴുവൻ ഉള്ളത്. ഈ ചരിത്ര വസ്തു അദ്ദേഹം എവിടെ നിന്നെല്ലാം വളരെ കഷ്ടപ്പെട്ട് ശേഖരിച്ചു കൊണ്ടുവരുന്നതാണ് എന്നുള്ള കുറെയൊക്കെ ഞങ്ങൾക്കും ഒക്കെ അറിയാം. വളരെ ശ്രമം നടത്തിയാണ് മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിലും മറ്റ് പഴയ ലൈബ്രറി, അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാല, അത് പറയാതിരിക്കാൻ സാധിക്കില്ല. ആ PK മെമ്മോറിയൽ ഗ്രന്ഥശാല ഒരുപാട് പഴയ പുസ്തകങ്ങളുടെ ഒരു ആദരവും ശേഖരവുമാണ്. അവിടെ നിന്നുള്ള പഴയ പുസ്തകങ്ങളെല്ലാം തന്നെ അദ്ദേഹം തപ്പിയെടുത്ത് തന്റെ ഗവേഷണങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയ ഒരു പുസ്തകമാണ് ചങ്ങമ്പുഴയുടെ ലീലാങ്കണം എന്ന് പറയുന്ന പുസ്തകം. ലീലാങ്കണം എന്നത് അപ്രകാശിത കൃതി, പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ഒരു കൃതി. PK മെമ്മോറിയൽ ഗ്രന്ഥശാല കയ്യെഴുത്ത് കോപ്പി, ചങ്ങമ്പുഴ കൈകൊണ്ട് എഴുതിയ കോപ്പി അവിടുന്ന് കണ്ടെടുത്ത് മാതൃഭൂമി ആക്ഷേപത്തിന് ആദ്യം അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ ഗവേഷണ ത്വരയോടുകൂടിയുള്ള അദ്ദേഹത്തിന്റെ സാഹിത്യ സഞ്ചാരങ്ങളുടെ സഫലങ്ങളായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം. രാത്രി 2 മണി 3 മണി വരെ ടീച്ചർ മലയാള വിജയലക്ഷ്മി ടീച്ചർ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപികയായിരുന്നു. 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് പിന്നെ വായിക്കുകയും നോട്ട് കുറിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു അമ്പലപ്പുഴ ഗോപകുമാർ. അങ്ങനെയാണ് അദ്ദേഹം ഈ പുസ്തകം ചെമ്പകശ്ശേരിയുടെ സാഹിത്യ സംഭാവനകൾ എന്ന വിഷയത്തിലാണ് അദ്ദേഹം ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് ബിരുദം നേടിയിട്ടുള്ളത്. ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രിയങ്കരനായ മുൻ മന്ത്രി ശ്രീ E. സുധാകരൻ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സംഘടിപ്പിച്ച ചടങ്ങിന്റെ അധ്യക്ഷൻ ബഹുമാനനായ സാംസ്കാരിക മികച്ച അധ്യാപകനായ ഡോക്ടർ മനോഹർ മാസ്റ്റർ, മക്കളെ സ്വാഗതം മികച്ച ഗ്രന്ഥകർത്താവ് കൂടിയായ ബഹുമാനായ കവി ഗോപകുമാർ സാറിന്റെ ശിഷ്യയുമായ ഡോക്ടർ അമൃത, ഈ ചടങ്ങ് സംഘടിപ്പിച്ച NBS മാനേജർ ആലപ്പുഴ മാനേജർ ശ്രീ G. പ്രിയമുള്ള, ആദ്യമായി NBSനെയും വിവിനെയും ഒരു മാസത്തേക്ക് അഭിനന്ദിക്കാൻ
NBS മാത്രമല്ല ഗ്രന്ഥ സമൂഹത്തെ തന്നെ ആദരിക്കുകയും ഗ്രന്ഥങ്ങൾ വ്യാപൃതനാവുകയും ഗ്രന്ഥങ്ങളെ പ്രചരിപ്പിക്കുകയും ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്ത ആലപ്പുഴയുടെ അഭിമാനമായ എഴുത്തുകാരൊരാൾ കൂടിയായി നാം സ്മരിക്കുന്ന നമ്മുടെ തോമസാവുന്നു. നമുക്കെല്ലാം സുലഭമായി അറിയാവുന്ന കാര്യം. അദ്ദേഹത്തെ അനുസ്മരിക്കേണ്ടത് NBS ചുമതലയാണ്. ആ ചുമതല നിർവഹിച്ചതിനാണ് നമുക്ക് നമ്മുടെ ആലപ്പുഴ സമൂഹത്തെ വിദ്യാഭ്യാസം, സംസ്കാരം, സാമൂഹ്യം തുടങ്ങിയിട്ടുള്ള മേഖലകളൊക്കെ എടുക്കുമ്പോൾ അമ്പലപ്പുഴ ഗോവാസാറിന് ഒപ്പം ഞാൻ കലയെഴുതാവുന്ന സാധ്യതയുണ്ട്. ഇവരെല്ലാം ഒരേ ജനസിൽപ്പെട്ട ആളുകളാണ്. മനുഷ്യ സമൂഹത്തിന് താൻ ആർജിച്ച വിജ്ഞാനവും വ്യക്തിമാഹാത്മ്യവും പകർന്നു നൽകി മനുഷ്യ സമൂഹത്തിന് ദോഷകരമായ ഒന്നും ചെയ്യാതിരിക്കുകയും ഗുണം മാത്രം ചെയ്ത മഹൽ വ്യക്തികൾ ചരിത്രത്തിൽ ധാരാളമായി. നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാവുന്ന രണ്ട് ആലപ്പുഴക്കാരുടെ ഞങ്ങളുടെ സമൂഹത്തിന് ദോഷകരമായവരൊന്നും ചിന്തിക്കുകയോ ചെയ്യുകയോ ചെയ്യും. അന്ന് നല്ല കാര്യങ്ങൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ സമൂഹത്തെ ഒഴിച്ചു ചേർന്നു കേൾക്കുന്നുണ്ട്. ഇതതും ഉണ്ടായിട്ടുണ്ട്. ഗോകുമാർ സാറിനെ പറ്റി വളരെ ആധികാരികമായി സമഗ്രമായിട്ട് തന്നെയാണ് ഹരികുമാർ സാറിനോട് പറഞ്ഞത്. വളരെ ഹൃദയസ്പർശമായിട്ടും നമ്മുടെ പലകയുണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ തലത്തിലും സാമൂഹ്യമായ തലത്തിലും അക്കാദമികമായ തലത്തിലും അദ്ദേഹവുമായി വളരെ ആഴത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം എൻ്റെ ഭാര്യയുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. എൻ്റെ ഭാര്യ ദിവസം അയ്മന കൃഷ്ണകുമാർ അനന്തരവനാണ്. ഇവരെല്ലാം അയ്മനത്തുകാരാണ്. മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഏതൊരു കുടുംബമാണ്. അങ്ങനെ ബന്ധം ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ വിവാഹത്തിന് നേതൃത്വം കൊടുത്തത് പ്രധാനപ്പെട്ടതാണ് ഗോവാസാർ. 1982 ഏപ്രിൽ മാസത്തിലായിരുന്നു സാധാരണ പെണ്ണിനാണ് പറഞ്ഞത്. പക്ഷേ ഇവരെല്ലാവരും കൂടെ ചെറുക്കനെ കാണാൻ താമരക്കുറിച്ച് നാട്ടിലേക്ക് പോയി. അന്ന് VS-ഉം KR ജോലിയും ഇസ്ലാമിലും സുശീല അത് ഓർമ്മ സാർ, അതുപോലെ തന്നെ നമ്മുടെ ഗോവാ സാറുകളുടെ വിവാഹം നടത്തി തന്നതിലും അദ്ദേഹത്തെ കാണുന്നുണ്ടായിരുന്നു. എന്താ ഭാര്യ പേരിട്ടത് നവനിൽ പേരിട്ടതും അറിയില്ല. അങ്ങനെയെല്ലാം നമ്മുടെ കുടുംബ ബന്ധവും ഉണ്ടായിരുന്നതായി ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് മാത്രമേ. പക്ഷെ അദ്ദേഹവുമായിട്ടുള്ള സാമൂഹ്യ ബന്ധം വളരെ വലുതായി. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേക കൂടുതലായിരുന്നുണ്ടായിരുന്നു. രാഷ്ട്രീയമായി അദ്ദേഹം ആരെയും മാറ്റി നിർത്താറുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുമായി എല്ലാ പ്രസ്ഥാനങ്ങളുമായി അദ്ദേഹത്തിന് ബഹുമാനമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒന്നിനും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ 1987 അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ എനിക്ക് വേണ്ടി അദ്ദേഹം പരസ്യമായി പ്രചരണത്തിന് വാങ്ങി പ്രസംഗിക്കാൻ പറഞ്ഞു. വീടുകൾ കയറിയാൽ വലിയ തലത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പ്രവർത്തിച്ചു രാഷ്ട്രപതി പ്രവർത്തിച്ചു. പിന്നെ ഞാൻ മത്സരിച്ചു. പിന്നെ അങ്ങനെ പരസ്യ മീറ്റിംഗ് അദ്ദേഹം ആദ്യത്തെ ഒരു തവണ പക്ഷെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മറ്റു പാർട്ടികളുടെ അനുഷ്ഠാനങ്ങളോ കാര്യങ്ങളോ ഒന്നും. അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു. കുറെ കാലം മുമ്പാണ്. കരൂർ
ആ വാർഡിൽ നിന്ന് പുറക്കാട് പഞ്ചായത്തിലെ കല്യാണം. ഇത് നമ്മുടെ സഹോദരിയൊക്കെ താമസിക്കുന്ന അവിടെയാണ്, കുടുംബം അറിയാം. അവിടെ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്, നന്നായി ജയിച്ചു, അടുത്ത വർഷം. പിന്നെ അദ്ദേഹം അതും പോയി. ഞാൻ നോക്കുമ്പോൾ ഇത്രയും സത്പ്രത്തനായ ഒരാൾ, ഇത്രയും പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ, പുരോഗമനപരമായ കാര്യങ്ങൾ മാത്രം വ്യാപകമാകുന്ന ഒരാൾ, ഇടതുപക്ഷത്തന്നെ വലിയ മുതൽക്കൂട്ടാകേണ്ട ഒരാൾ, സാഹിത്യ സംഘടനകളും ഒക്കെയുള്ള പ്രസ്ഥാനങ്ങളാണ്. പക്ഷേ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ അമ്പലപ്പുഴയിൽ ഇടതുപക്ഷത്തിൽ ഇദ്ദേഹം യാതൊരു മമതാബന്ധവും പ്രത്യേകിച്ച് അവരത് സൂക്ഷിച്ചു. അവിടെയുള്ള മറ്റു പാർട്ടികൾക്കൊന്നും അതിന് താല്പര്യമില്ല. ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട ഒരു സാംസ്കാരിക നായകനായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് പ്രസ്ഥാനവും അങ്ങനെ ആ ഭാഗത്ത് അദ്ദേഹത്തെ അങ്ങനെ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കണം ജീവിതത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം ഒരു RSSന്റെ പ്രവർത്തകനുമായിട്ടില്ല, അതുമായി ഐഡന്റിഫൈ ചെയ്തതായിട്ട് നമുക്ക് കാണാവുന്നത്. അദ്ദേഹം പോയിട്ടില്ല. എല്ലാ ജാതിമത സമുദായങ്ങളും ഒരുപോലെ സ്നേഹിക്കുകയും ഒരു തരത്തിൽ ഒരു പക്ഷഭേദം കാണിക്കാത്ത ഗോമാസാറിനാണ് പോകുന്നത്. അപ്പൊ അദ്ദേഹം സാമൂഹ്യ തലത്തിൽ സാമൂഹ്യ ചിന്തയുള്ള ആളായിരുന്നു. ഉത്കൃഷ്ടമായ സാമൂഹ്യ ചിന്തയാണ്. പിന്നെ ഹരിമാസാർ പറഞ്ഞ പോലെ അദ്ദേഹം പൂർണ്ണമായി ഭക്തനായി. സാമ്പത്തികമായി കുചേലിനെ പോലെ അല്ലെങ്കിലും കുചേലിനെ പോലെ തന്നെ ശ്രീകൃഷ്ണൻ, അല്ലെങ്കിൽ കബീർദാസനെ പോലെയോ ഭക്തമീരയെ പോലെ നമ്മൾ പുരാണങ്ങൾ വായിക്കുന്ന സാഹിത്യത്തിൽ ഹിന്ദി സാഹിത്യത്തിൽ വായിക്കുന്ന നിഷ്കളങ്കവും നിഷ്കാമവുമായിട്ടുള്ള നിരഹങ്കാരവുമായിട്ടുള്ള വിശ്വാസവും സ്നേഹവുമായിട്ടുള്ള നിരവധി കവിതകൾ ശ്രീകൃഷ്ണനെ പറ്റി അതിലൊരു കവിതയുടെ അദ്ദേഹം ഉദ്ധരിക്കുകയും ചെയ്തത്. ഭക്തി അദ്ദേഹത്തിന് ഒരു അലങ്കാരവുമല്ലായി, ഒരു വിളംബരവുമല്ലായി, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുമല്ല, കാര്യം സാധിക്കാനുണ്ടായി. ദേവസ്വം ബോർഡിലേക്ക് ഒന്നും കയറാൻ അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ഒരു സർക്കാർ ഔദ്യോഗിക സ്ഥാനങ്ങൾ കയറാനും ഒരു സാംസ്കാരിക സ്ഥാപനത്തിൽ തിരിച്ചു കയറാനൊന്നും ശ്രദ്ധിച്ചില്ല. ഒരു തവണ കാലം ഉന്നത സെക്രട്ടറി ആയിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു, തോന്നി. അതിനൊക്കെ വലിയ അവകാശമുള്ള ആളായിരുന്നു. സാഹിത്യ അക്കാദമിയിലൊക്കെ വളരെ ഉത്തരവാദിത്തപൂർവ്വം പ്രവർത്തിക്കാൻ അവകാശമുള്ള ആളായിരുന്നു സാഹിത്യപരമായി. പക്ഷെ അതൊന്നും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല, ശുപാർശയില്ല. ഞാൻ ഇവിടെ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നപ്പോൾ, കാരണം 84 സിൻഡിക്കേറ്റ് മെമ്പർ, 12 വർഷമാണ്, 3 ടൈമായിരുന്നു. അപ്പോൾ ഞാൻ ആലപ്പുഴയാണ് താമസിക്കുന്നത്. അവിടെ ഈ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ വിഷയങ്ങളും കൂടി ചേരുമ്പോൾ ഒരു 28 ബോർഡർ സ്റ്റഡീസ്, ആ ഗ്രാജുവേഷൻ ഒരു ബോർഡ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ബോർഡ്, അങ്ങനെ PG ബോർഡ്, പാസ്പോർട്ട്, പിന്നെ ബോർഡർ സ്റ്റഡീസിന്റെ പ്രതിനിധികളെല്ലാവരും കൂടി തെരഞ്ഞെടുക്കപ്പെട്ട, പിന്നെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് എല്ലാം വരുന്ന ഫാക്കൽറ്റി, അല്ലെങ്കിൽ അക്കാദമിക് കൂടുതലായിട്ട് അക്കാദമിക് ആയിട്ടുള്ള സിലബസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ഇവരാണ് ചെയ്യുന്നത്. ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റുള്ള ഒരാൾ പോലും ഇല്ല. അടുത്ത കാലത്തൊന്നും ഞാൻ പുറന്നോട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ആലപ്പുഴ ഡിസ്ട്രിക്ട് കോളേജ് എന്ന് പറയുന്നത് അന്ന് ഇന്നും കേരള യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പഴക്കം ചെന്ന കോളേജാണ്. അതിന് മുമ്പുള്ള ഒരു കോളേജ് നമ്മളില്ല. ഉള്ളതൊക്കെ ഒരു ഗാന്ധിജിയിലോട്ട് പോയി. എസ് കോളേജിനേക്കാൾ മുമ്പ് സ്ഥാപിച്ച 2 കോളേജാണ് SP കോളേജ്, CMS കോളേജ്. നേരത്തെ ഉള്ളതാണ് ലക്ഷണമായ കോളേജ് സ്ഥാപിച്ചത്. പക്ഷെ 1946 സ്ഥാപിച്ച ST കോളേജാണ് ഞാനവിടെ ഇരിക്കുമ്പോഴും ഇന്നും കേരള യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും SM കോളേജ്, NSS കോളേജ് അത് കഴിഞ്ഞ് 48-ലൊക്കെയാണ്. പക്ഷെ മികച്ച അവിടുത്തെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് കേരള പ്രശസ്തമായി. അതുപോലെ ഈരാണ് മലയാളം, ഈ 2 ഡിപ്പാർട്ട്മെന്റാണ് ഏറ്റവും പ്രശസ്തമായി.
അതുപോലുള്ള അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നു. അതാണ് കാരണം. മറ്റുള്ള അധ്യാപകരില്ലെന്നല്ല, ഈ 2 ഡിപ്പാർട്ട്മെന്റ് അധ്യാപകർ പലതരത്തിലും വെളിയിലും പ്രശസ്തരായി. ഒരാളും അപ്പൊ എനിക്ക് കോളേജുകളും കോഴ്സുകളും അഫിലിയേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം, കോളേജുകളിലെ കോഴ്സുകളുടെ എല്ലാ കാര്യങ്ങളും ആ കമ്മിറ്റി. ഞാനിവിടെ നിരവധി പ്രൊഫസർമാരെ ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് സിൻഡിക്കേറ്റ് നോമിനേറ്റ്. സാറിന് ബോർഡ് ഓഫ് സ്റ്റഡീസ് മലയാളം ബോർഡിന്റെ ചെയർമാൻ ഫാക്കൽറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തു. വലിയ നമ്പൂർ സാറിനെ എടുത്തു. കോമേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാക്കൽറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ചെയർമാനായിട്ട് അല്ലാമ സാറിന് അങ്ങനെ ഒരുപാട് പേരെടുക്കും. പേരെല്ലാം അങ്ങനെയാണ് പ്രാതിനിധ്യം വരുന്നത്. യൂണിവേഴ്സിറ്റികൾ പോലും വളരെ പ്രശസ്തമായ ആലപ്പുഴ എസ് കോളേജിലെ മനസ്സിലാക്കാത്ത ഒരു കാലത്താണ് ആ കോളേജ് എല്ലാവരും നാട് മുഴുവൻ പ്രശസ്തമായ കൊല്ലങ്ങയായിരുന്നു കോമേഴ്സ്. അത്യാവശ്യത്തോളം അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തെ പറ്റി എന്റെ പഠിപ്പിച്ചവരൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറയണ്ടായിരുന്നില്ല. അത്യാവശ്യം പഠിപ്പിച്ചാൽ നമ്മളെയും പഠിപ്പിച്ചാൽ ഞാൻ പഠിപ്പിച്ചത് ഒരു മാതൃക അധ്യാപകൻ എങ്ങനെയാവണം. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നതാവണം. ആ വാക്കുന്നതിനർത്ഥം ടീച്ചർ ഇംഗ്ലീഷാണ് ചവിട്ടട്ടെ, പഠിപ്പിക്കുന്നതാണോ പഠിപ്പിക്കാത്തതാണെന്നല്ല. ഇവിടെ ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ആരുടെ വിരോധമില്ല, ആരെയും പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കത്തില്ല, അവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒന്നും ആക്ഷേപിക്കത്തില്ല. എല്ലാവരും യോജിച്ച് സഹകരിച്ചു. എസ് കോളേജിന്റെ ഒരു എന്താ പറയുന്നത് ഒരു അലങ്കാരമായിരുന്നു അമ്പലപ്പുഴ. അദ്ദേഹത്തിന്റെ കവിതകൾ പ്രധാനമായും ഭക്തരസമാണ് തെളിഞ്ഞത്. അല്ലാത്ത കവിതകളുണ്ടെങ്കിലും ഒരാധ്യാത്മിക രസം, അദ്ദേഹത്തിന് ജീവിതത്തിൽ വളരെ മുറുകെ പിടിച്ചിരുന്നുണ്ട് ആധ്യാത്മിക. അപ്പൊ ആ രോഗം നമ്മളോട് പൊരുത്തപ്പെടാൻ പറ്റും. അദ്ദേഹം മദ്യപിക്കില്ല, പുകവലിക്കില്ല, ഒന്നുമില്ലാത്തതാണ്. ഇപ്പൊ സാധാരണ മദ്യപിച്ചാലും പുകവലിച്ചാലും ഒക്കെ എല്ലാവരും പ്രത്യേക രോഗം വരുന്നത് പറഞ്ഞു കേൾക്കാറുണ്ട്. എല്ലാ രോഗം വരാറില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒന്നുമില്ലായിരുന്നു. മാംസഭക്ഷണം തന്നെ കഴിക്കുമെന്ന് എനിക്ക് സംശയം, എനിക്കറിയില്ല. അപ്പൊ അത് നമ്മുടെ നീതിയുടെ വിധത്തിൽ നിന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഏതായാലും നമുക്ക് ആലപ്പുഴയ്ക്ക് എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു മഹത്തായിട്ടുള്ള വ്യക്തി സംസ്കാരത്തെയും സാമൂഹ്യ സംസ്കാരത്തെയും സാഹിത്യ സംസ്കാരത്തെയും അദ്ദേഹം സമർത്തം. ചരിത്ര ദർശനം പലർക്കും ഇല്ലാത്തതാണ്. അദ്ദേഹത്തിന് അത് അധ്യക്ഷൻ പറഞ്ഞു. അമ്പലപ്പുഴ ചരിത്രമില്ലേ, അത് കുഞ്ഞനമ്പ്യാരുടെ മഹത്വം സ്ഥാപിച്ചു. കുഞ്ഞനമ്പ്യാരെ പറ്റി വേറെ വിളി. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് വിഷയങ്ങളിലൊക്കെ ഇതെല്ലാം ഉണ്ട്. അമ്പലപ്പുഴ PK നാരായണപിള്ളയുടെ നാടാണ്. വായനശാലയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ വായനശാലയുടെ സ്ഥിതി എന്താണ്, ഇപ്പോഴത്തെ ബാലവാടികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും അറിവുള്ള കാര്യം. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോ ഇവിടെ ഗ്രന്ഥശാലയുടെ മഹത്വമൊന്നും ഇല്ലാതാവില്ല. അപ്പൊ ആ ഡോക്ടർ PK നാരായണപിള്ള പിന്നെ കലയിലും സംഗീതത്തിലും ഒക്കെ ലോകപ്രസ്ഥാനം എത്ര ആളുകളുണ്ടായിരുന്നു അമ്പലപ്പുഴ. കേരളത്തിന്റെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒരു 4-5 എടുത്ത ഒന്നാണ് ഈ അമ്പലപ്പുഴ. കുഞ്ചൻ നമ്പ്യാര് തുള്ളു രചിച്ച സ്ഥലമല്ലേ അല്ലെങ്കിൽ എന്താ പറയുക, ഭാഷയുടെ ഏറ്റവും വലിയ നെടുന്നു 3 നെടുന്നൂലുകളിലൊന്നായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാർ താമസിച്ച് തുള്ളൻ ആവിർഭവിച്ച ഒരു സ്ഥലമല്ലേ. മറ്റൊരു മഹാന്മാർ, സംഗീതജ്ഞന്മാർ, നാട്യാചാര്യന്മാർ, ആത്മീയാചാര്യന്മാർ, കവികൾ, ഇവരെല്ലാം ജനിച്ച് ജീവിച്ച് മടങ്ങാൻ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്. ആ അമ്പലപ്പുഴയുടെ സഞ്ചിത സംസ്കാരം അദ്ദേഹമായി അത് ജീവിതത്തിൽ പകർത്തി തൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ അത് ചരിത്രത്തിൽ എന്നും വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാമെന്ന് അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടാണ് അദ്ദേഹം വേണ്ടിയാത്തത്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പ് ആദരാഞ്ജലി അർപ്പിക്കുകയും അദ്ദേഹത്തിന് ബഹുമാനങ്ങൾ
പങ്കുചേരുകയും നിങ്ങളുടെ എല്ലാവരുടെയും ഈ കൂട്ടായ ദുഃഖപ്രകടനത്തിൽ ചേർന്നുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ സമ്മേളനം ഉൾപ്പെടുന്നതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിക്കുന്നു. സാഹിത്യകാരനാണ്, അറിയപ്പെടുന്ന കവിയാണ്, അധ്യാപകനാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം SG കോളേജിലെ മലയാള വിഭാഗത്തിലെ ഒരു അധ്യാപകനാണ്. അന്ന് ഏറ്റവും പ്രസിദ്ധനായ അധ്യാപകൻ ഞാൻ തമ്പുരാൻ സാറാണ്. എല്ലാവിധ ഗുണങ്ങളും തെളിഞ്ഞൊരു മഹാനായ വ്യക്തിയായിരുന്നു തമ്പുരാൻ സാർ. സംസ്കൃത പണ്ഡിതൻ, മലയാള പണ്ഡിതൻ, മനുഷ്യസ്നേഹി. അപ്പോൾ തമ്പുരാൻ സാറിൻ്റെ പ്രധാനപ്പെട്ട അടിമയായ ശിഷ്യനായിരുന്നു ഇസ്താഖ് സാർ. ഇങ്ങനെ വളരെ ഒരു നല്ലവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവിടെ എല്ലാവരും തമ്പുരാൻ സാറിൻ്റെ ശിഷ്യന്മാർ ഭൂരിപക്ഷവും തമ്പുരാൻ സാറിനെ പോലെ തന്നെ യോഗ്യത. അങ്ങനെ അക്കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു നമ്മുടെ മാത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ മറ്റു ഗുണങ്ങൾ, അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അധ്യാപനത്തെക്കുറിച്ച്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്തുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ രണ്ടുപേരും സംസാരിച്ച നമ്മുടെ നെടുമുടി ഹരികുമാറും പിന്നെ സുധാകരൻ സാറൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ അറിയുന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അത്യന്തം വലിയ മനുഷ്യ സ്നേഹിയായിരുന്നു. മറ്റുള്ളവരുടെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലാണ് ഏറ്റവും രണ്ട് കാര്യം. ഒന്ന്, അദ്ദേഹത്തിന് ആരോടും അസൂയയില്ലായിരുന്നു. അസൂയയില്ലാത്ത ഒരാളുകളെ കണ്ടെത്തി വളരെ പ്രയാസമാണ്. ഞാൻ സിനിമയിൽ പ്രവർത്തിച്ചുള്ള ഒരാളെ കണ്ടിട്ടുള്ളൂ. ഒട്ടും അസൂയയില്ലാത്ത ഒരാളുണ്ടായിരുന്നു. അത് ജോൺ എബ്രഹാമായിരുന്നു. ജോൺ എബ്രഹാം ലോകത്തിൽ ആരോടും അസൂയയില്ല. അപ്പം തന്നെ അനവധി തവണ അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തികളോട് പുള്ളിക്ക് സഹായിച്ചുള്ളവരോട് ഒരുപോലെ. അതുപോലെ അമ്പലപ്പെടുമാർ നിസ്സാറുണ്ടായെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് എതിരഭിപ്രായമുള്ളവരോട് അനുകൂലിക്കുന്നവരോടൊക്കെ അദ്ദേഹം ഒരുപോലെ പെരുമാറുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എന്നോട് പറയുമ്പോൾ ഞാൻ വളരെ ഈ പുതിയൊരു വിഷയം, ഈ രാമായണത്തിൻ്റെ പുതിയ ഒരു വ്യാഖ്യാനമാണ് നിങ്ങൾ നൽകിയത്. ഞാൻ പറഞ്ഞു, കുറേ കാലമായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പഠിക്കുന്നതല്ലേ. അത് മാത്രമല്ല, രാമായണത്തിൽ ഇല്ലാത്തൊന്നും മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ തന്നെ നന്മനേരായ രാമായണം ചമക്കിയാൽ എന്ന് പറഞ്ഞു. നാൻമുഖിനുള്ളിൽ ബഹുമാനത്തെ പുറത്ത് വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തന്നെ എപ്പോഴും വന്ദിക്കുന്നതെന്ന് എഴുത്തച്ഛൻ പറയും. ഇപ്പോഴും വന്ദിക്കുന്നതാണ്. കാരണം വേദങ്ങളിലെ 4 വേദങ്ങൾ എന്ന് വെച്ചാൽ, വേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദസംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്രമായ വിജ്ഞാനത്തെ ശേഖരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ സമഗ്രമായ വിജ്ഞാനത്തെ ഓരോ തരത്തിലാണ് പിന്നീട് ഉപനിഷത്ത് ഋഷികൾ അതിൻ്റെ ജ്ഞാനസാരമെടുത്തും കർമ്മങ്ങൾ അവരുടെ ഔരോഹിത്യത്തിന് വേണ്ടി അതിനെ ദുഷിപ്പിച്ചു. അതേസമയം അത് ഉപനിഷത്ത് ഋഷികളും സന്യാസിമാരും അതിൻ്റെ വേദസാരമെടുത്ത് ലോകമംഗളത്തിനും 19ാം നൂറ്റാണ്ടിൽ ഇവിടെ സമഗ്രമായ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചത് അന്നുണ്ടായിരുന്നത് ഉപനിഷത്ത് ഋഷികളാണ്. ആരാധകരോട് പറയുന്നത് ഉപനിഷത്ത് രഹസ്യം ഓർത്തിടണമെന്നാണ്. അത് ഓർത്തുകൊണ്ടാണ് അവരും കൊടുക്കുന്നത്. അപ്പം അതുപോലെ ഭക്തി പ്രസ്ഥാനവും 14ാം നൂറ്റാണ്ടും 15ാം നൂറ്റാണ്ടിലൊക്കെ അതുവരെ ഉണ്ടായിരുന്ന പൗരോഹിത്യത്തിൻ്റെ യാഥാർത്ഥ്യത്തെ തോൽപ്പിക്കാൻ തന്നെ വന്നത്. അപ്പോൾ തോൽപ്പിക്കാൻ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വേദോപനിഷത്തുകളൊന്നും സവർണരായിട്ടുള്ള ആൾക്കല്ലാതെ, സവർണരല്ല, പൗരോഹിത്യത്തിൻ്റെ കീഴിലാണ്. പൗരോഹിത്യത്തിന് മാത്രം കൈകാര്യം ചെയ്യാവുന്നതായിരുന്നു. അതുകൊണ്ട് വേദമോ ഉപനിഷത്തുകളോ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള അറിവില്ലാത്ത ഒരു തലമുറയായിരുന്ന കാലഘട്ടത്തിലാണ് ജനങ്ങളിലേക്ക് തന്നെ പണ്ഡിതന്മാരെ പഠിച്ചിട്ടുണ്ട്. വൈദ്യന്മാരും പണ്ഡിതന്മാർക്കും ഒക്കെ എങ്ങനെയാണ് ഏത് കാലത്തും വിജ്ഞാനികൾക്ക് ഏതെങ്കിലും തരത്തിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ജനങ്ങളിലേക്ക് ഈ ജ്ഞാനം എത്തിക്കുന്നതിന് ഒരൊറ്റ മാർഗമാണ് രാമായണത്തിലൂടെ ഇന്ത്യയിൽ മുഴുവൻ പ്രസിദ്ധത്തിനും കമ്പനും കുയ്യത്തെഴുത്തച്ഛനും ഒക്കെ ചെയ്തത്. അത് എന്താണ് അത് ചെയ്തിരുന്നത്? ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദോപനിഷത്തുകൾക്ക് അധികാരമില്ലെങ്കിലും വിളക്കത്ത് വെച്ച് എല്ലാവർക്കും, വീടുകൾക്കും നായന്മാർക്കും എല്ലാവർക്കും എല്ലാവർക്കും വിശ്വം എല്ലാവർക്കും വായിക്കാൻ പറ്റിയ തരത്തിലാണ് എഴുത്തച്ഛൻ രാമായണം എത്തിച്ചത്. ഉദ്ഘാടകൻ ശ്രീ ജി സുധാകരൻ സാർ, സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ കൈവേരി സുരേന്ദ്രൻ സാർ, ശ്രീ മധു ആലപ്പുഴ, ബഹുമാന്യരെ,
ഡോക്ടർ അമരപ്പുഴ ഗോപകുമാർ സാറിന്റെ ഈ അനുസ്മരണ ചടങ്ങിൽ 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം തന്നതിനുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. സാറിന്റെ സാഹിത്യ സംഭാവനകളെ കുറിച്ചോ വിവിധ മേഖലകളിൽ ഉള്ള സാറിന്റെ അടയാളപ്പെടുത്തലുകളെ കുറിച്ചോ ഒന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ബഹുമാന്യനായ അധ്യക്ഷനും ബഹുമാന്യനായ ഉദ്ഘാടകരും വിശദമായിട്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞു. തികച്ചും വൈകാരികവും വൈയക്തികവുമായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആലപ്പുഴയുടെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ സാംസ്കാരിക മണ്ഡലത്തിൽ ജ്വലിച്ചു നിന്ന ഒരു രജത നക്ഷത്രമായിരുന്നു ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ സാർ. ആ നക്ഷത്രമാണ് ഇന്നലെ അണഞ്ഞുപോയത്. ആയിരക്കണക്കിനുള്ള ശിഷ്യവൃന്ദത്തെയും അതുപോലെ ആരാധകരെയും സ്നേഹിതരെയും ബന്ധുക്കളെയും എല്ലാം അഗാധമായ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് സാർ കടന്നുപോയത്. ഇനി എത്ര കാലം കഴിഞ്ഞാലാണ് ആ ദുഃഖത്തിൽ നിന്നൊരു മുക്തി ഉണ്ടാവുക എന്നറിയില്ല. എഴുത്തച്ഛൻ മഹാഭാരതത്തില് ഗാന്ധാരി വിലാപത്തിൽ പറയുന്നത് പോലെ മാറുമോ കണ്ണുനീർ ഇന്നെനിക്കുണ്ടായ താറുമോ ശോകമൻ മാനസേ ഗോപതേ എന്ന് ചോദിച്ചു പോവുകയാണ്. അമ്പലപ്പുഴ കൃഷ്ണന്റെ തികഞ്ഞ ഭക്തനായിരുന്നു സാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാറിന്റെ കവിതകളിൽ എല്ലാം തന്നെ ഈ ഭക്തിയുടെ ഒരു സാന്ദ്രത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൃഷ്ണനെ കുറിച്ച് എത്ര കാവ്യങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എന്നിട്ടും ഇങ്ങനെ ഒരു രോഗത്തിന് അദ്ദേഹത്തെ വിട്ടുകൊടുത്തത് എന്തിനാണ്, അല്ലെങ്കിൽ ഇത്രയും വേഗം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചത് എന്തിനാണെന്ന് പരിഭവത്തോടെ ചോദിച്ചു പോവുകയാണ്. ഞാനൊരു ചെറിയ പെൺകുട്ടിയായിട്ട് ഒരു 14 വയസ്സുകാരിയായിട്ട് പ്രീ ഡിഗ്രിക്ക് SG കോളേജിൽ ചേർന്ന കാലം മുതൽ തന്നെ ഗോപകുമാർ സാറുമായിട്ട് അടുപ്പമുണ്ട്. മലയാളം ഡിപ്പാർട്ട്മെന്റിൽ വേറെ ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു. ഹെഡായിരുന്ന രാമവർമ്മ തമ്പുരാൻ സാറ്, നാരായണൻകുട്ടി സാറ്, ആനന്ദൻ സാറ്, ശങ്കരനാരായണൻ സാറ്, പിന്നെ ഞാൻ എൻ്റെ റിലേറ്റീവായ ഞാൻ ബാലചന്ദ്രൻ മാമൻ എന്ന് വിളിക്കുന്ന G ബാലചന്ദ്രൻ, പിന്നെ ഗോപകുമാർ സാറ്. ഇവരിലെല്ലാം വെച്ച് ഗോപകുമാർ സാറിനോടാണ് എനിക്ക് കൂടുതൽ അടുപ്പവും സ്നേഹവും എന്ന് തോന്നിയിട്ടുള്ളത്. അന്ന് ഞാൻ കുറച്ചൊക്കെ കവിതകൾ എഴുതുമായിരുന്നത് കൊണ്ട് തന്നെ സാറിന് എന്നോടൊരു പ്രത്യേക വാത്സല്യവും പരിഗണനയും കരുതലും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കവിത എഴുതിയാലും ഞാൻ അതുകൊണ്ട് ഓടിച്ചെല്ലും സാറിനെ കാണിക്കാനായിട്ട്. സാർ അത് വായിച്ച് തിരുത്തി ഒന്നുകൂടി അതിനെ ഒരു നല്ല ഫ്രെയിമിലാക്കി എനിക്ക് തരും. എന്നിട്ട് ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തരും. അങ്ങനെ അന്ന് തുടങ്ങിയ അത്രയും ആ ഒരു 14 വയസ്സിൽ തുടങ്ങിയ ഒരു ആത്മബന്ധമാണ് ഇതുവരെയും സാറിനോട് എനിക്കുണ്ടായിരുന്നത്. ഞാൻ എത്ര വളർന്നിട്ടും ഏതെല്ലാം ഭാവങ്ങളിലൂടെ കടന്നു പോയിട്ടും സാറിനോടുള്ള സ്നേഹവും സാറിനോടുള്ള ആ ഭക്തിയും ഒന്നും ഇല്ലാതായിരുന്നില്ല. സാർ എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, എത്ര വലുതായിട്ടും അല്ലെങ്കിൽ ഞാനിപ്പോ അമ്മൂമ്മയായി എന്നിട്ടും ഒരു സാർ പറയുമായിരുന്നു, അമൃതയെ കാണുമ്പോ അപ്പൊ പാടക്കാരിയായ കൊച്ചു പെൺകുട്ടിയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് എന്ന്. അപ്പൊ അങ്ങനെ ഒരു പിതൃതുല്യമായ സ്നേഹ വാത്സല്യങ്ങൾ എന്നും എനിക്ക് സാർ തന്നിരുന്നു. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഒരു മകളെ പോലെ സാറിനെ സ്നേഹിച്ചു. സാറിനോട് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഞാൻ ഫോൺ ചെയ്ത് സാറിനോട് പറയും. എന്റെ സങ്കടങ്ങളിൽ സാന്ത്വനമായും എന്റെ വേദനകളിൽ ആശ്വാസമായും എന്നും സാർ മാറിയിരുന്നു. ആ സാറാണ് ഇപ്പൊ കടന്നുപോയത്. താങ്ങാനാവാത്ത ഒരു വേദന ഞങ്ങൾക്ക് എല്ലാവർക്കും, ഹരിക്കും എനിക്കും അതുപോലെ ഒരുപാട് ശിഷ്യർക്കും ശിഷ്യ സമൂഹത്തിനും മനസ്സിലുണ്ട്. സാർ ഇത്ര പെട്ടെന്ന് കടന്നു പോകുമെന്ന് വിചാരിച്ചതേ ഇല്ല. കവിതയുടെ രാജരീതിയിലേക്ക് എന്നെ കൈപിടിച്ച് നയിച്ചത് ഗോപകുമാർ സാറാണ്. പിന്നീട് എത്രയോ വേദികളിൽ സാറിനോടൊപ്പം പ്രസംഗിക്കാനും സാറിനോടൊപ്പം കവിത ചൊല്ലാനും എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. അപ്പൊ അതിനെല്ലാം ഇടവരുത്തിയ ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. സാറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ, സാറിന്റെ ഒരിക്കലും മരിക്കാത്ത ആ സ്മരണകൾക്ക് മുന്നിൽ കണ്ണീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ വാക്ക് നിർത്തിയാണ്. ഞാനൊരു കവിത വായിക്കുകയാണ്. ഈ സന്ദർഭത്തിന് ചേർന്നതാണെന്ന് തോന്നിയോണ്ട് മാത്രമാണ്. ഒരാൾ കടന്നു പോകുമ്പോൾ എന്നാണ് കവിതയുടെ പേര്. ഒരാൾ കടന്നു പോകുമ്പോൾ കൂടെ ഇറങ്ങി പോകുന്നത് എന്തെല്ലാമാണ്. അവർക്ക് മാത്രം സ്വന്തമായ വാസനകൾ, വിശ്വാസങ്ങൾ, കൈപുണ്യം. ഒരാൾ കടന്നു പോകുമ്പോൾ കൂടെ ഇറങ്ങി പോകുന്നത് എന്തെല്ലാമാണ്.
അവർക്ക് മാത്രം സ്വന്തമായ വാസനകൾ, വിശ്വാസങ്ങൾ, കൈപുണ്യം. ഊഴം കഴിഞ്ഞ് ഒരാൾ അണിയറയിൽ മറയുമ്പോൾ അതുവരെ മുഴങ്ങിയ ശബ്ദവും സംഗീതവും നിലച്ചു പോകുന്നു. കടൽത്തിരകൾ കഴുകി തുടച്ച തീരം പോലെ അരങ്ങ് ശൂന്യമാകുന്നു. കനം കൊണ്ട മൂകത പിന്നെ ആസുരനാദമായി ഇരമ്പുന്നു. അവരെ മാത്രം വിളിച്ചു പോകുന്ന വെളിപ്പേരുകൾ അനാഥമാകുന്നു. അവരോട് മാത്രം പറയാനുള്ള സ്വകാര്യങ്ങൾ പുറംപാടുകൾ കാണാതെ രാവണൻ കോട്ടയിൽ മുട്ടിത്തിരിയുന്നു. അവർക്ക് മാത്രം തരാവുന്ന സ്നേഹസാന്ത്വനങ്ങൾ ഏതോ വിദൂരങ്ങളിലേക്ക് അകന്നു പോകുന്നു. ഒരാൾ കടന്നു പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നത് ഒരു ലോകം മുഴുവനും. ഒരാൾ കടന്നു പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നത് ഒരു ലോകം മുഴുവനും. മൊബൈലിന്റെ കോൾ ലിസ്റ്റിൽ ഉടമസ്ഥയില്ലാത്ത നമ്പറുകൾ തലയറയുന്നു. മൊബൈലിന്റെ കോൾ ലിസ്റ്റിൽ ഉടമസ്ഥയില്ലാത്ത നമ്പറുകൾ തലയറയുന്നു. അവയുടെ അങ്ങേ തലയ്ക്കൽ സുപരിചിത ശബ്ദങ്ങൾ കേൾക്കാതാവുന്നു. ഒടുവിൽ ഓർമ്മയുടെ സ്വനഗ്രാഹിയിൽ ലേഖനം ചെയ്ത ശബ്ദങ്ങളായി, നാവിന്റെ രുചിമുകളങ്ങളിൽ ഉണർന്നെഴുന്നേൽക്കുന്ന സൗഹൃദ രസങ്ങളായി, അദൃശ്യതയിൽ നിന്ന് നീണ്ടെത്തുന്ന വാത്സല്യ തലോടലായി, ആൽബത്തിലെ നിറമങ്ങിയ ചിത്രങ്ങളായി അവർ ശേഷിക്കുന്നു. ഒടുവിൽ ഓർമ്മയുടെ സ്വരഗ്രാഹിയിൽ ലേഖനം ചെയ്ത ശബ്ദങ്ങളായി, നാവിന്റെ രുചിമുകളങ്ങളിൽ ഉണർന്നെഴുന്നേൽക്കുന്ന സൗഹൃദ രസങ്ങളായി, അദൃശ്യതയിൽ നിന്ന് നീണ്ടെത്തുന്ന വാത്സല്യ തലോടലായി, ആൽബത്തിലെ നിറമങ്ങിയ ചിത്രങ്ങളായി അവർ ശേഷിക്കുന്നു. നന്ദി.